മിഥുനമാസത്തിൽ ഉപ്പ് വഴിപാട് ചെയ്യുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഉപ്പ് വഴിപാടിലൂടെ നമ്മുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ ഈ ഉപ്പ് വഴിപാടിലൂടെ സാധ്യമാകും. ഈ ഒരു കർമ്മം ചെയ്യുന്നത് കല്ലുപ്പ് വച്ചാണ്. ഉപ്പ് പരിഹാരം നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെയും മാറ്റിമറിക്കും എന്ന് തന്നെയാണ്. നമുക്ക് എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ചിലരൊക്കെ അത് മറച്ചു വയ്ക്കാറുണ്ട്. ചിലരൊക്കെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് ആ സങ്കടങ്ങൾക്ക് പ്രതിവിധി നേടാറുമുണ്ട്. ചിലരൊക്കെ ജ്യോതിഷന്മാരെ പോയി കാണാറുണ്ട്. ചിലരൊക്കെ ലാൽ കിതാബിലൊക്കെ ഇത് തിരഞ്ഞു പിടിച്ച് ഇതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാറുമുണ്ട്. ഇങ്ങനെ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായി കാണുവാൻ സാധിക്കും. മിഥുനമാസത്തിലെ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് ഈ ഒരു കർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമം. കല്ലുപ്പ് ഉപയോഗിച്ച് ഈ ഒരു പരിഹാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോൾ സങ്കടപ്പെട്ട് കഴിയുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നം വളരെ പെട്ടെന്ന് മാറുന്നതായി കാണുവാൻ സാധിക്കും. ധനപരമായിട്ടുള്ള പ്രശ്നമാണ് എങ്കിൽ ധനപരമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. നമുക്ക് ധാരാളം ധനം വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളിത് ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ്. സന്ധ്യാസമയത്ത് വീട്ടിൽ വിളക്ക് കത്തിച്ച് പൂജാമുറിയിൽ വെച്ചാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുക. 2 തിരിയിട്ട് വിളക്ക് കത്തിച്ചു വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. തീർച്ചയായും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്കൊരു റിസൾട്ട് തന്നെ ലഭിക്കും. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ, അത് ധനപരമായിട്ടുള്ള പ്രശ്നമാകാം, മറ്റേതെങ്കിലും ഒരു പ്രശ്നവുമാകാം. ഈ പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് മിഥുനമാസത്തിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ നിങ്ങളിത് ചെയ്യുകയാണ് എങ്കിൽ ലക്ഷ്മി കടാക്ഷത്താൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും. ഒരുപാട് പേർക്കിത് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അതുപോലെ തന്നെ കല്ലുപ്പ് നമ്മുടെ വീട്ടിൽ കുറയാതെ സൂക്ഷിക്കണം. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ കല്ലുപ്പ് വീട്ടിൽ വാങ്ങി വെക്കുന്നതും നമുക്കൊരുപാട് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുതരും. അപ്പോൾ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ കല്ലുപ്പ് ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പൂജാമുറിയിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഒരു വിരിപ്പ്, നല്ല ശുദ്ധിയായ ഒരു തുണി എടുത്തതിന് ശേഷം പൂജാമുറിയിൽ തന്നെ അത് നന്നായി വിരിച്ചതിന് ശേഷം അതിന്മേളിലിരുന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ശേഷം നമ്മുടെ 2 കൈയിലായിട്ട് കല്ലുപ്പ് വെക്കുക. തുടയുടെ മുകളിൽ ഇരുന്ന് തുടയുടെ മുകളിലായിട്ട് വെക്കുക. വിരിപ്പിന്മേൽ കിഴക്ക് വടക്ക് ദർശനമായിട്ടിരുന്ന് നമ്മൾ വിരിപ്പിന്മേലിരുന്നു കൊണ്ട് നമ്മൾ ഈ 2 കൈയിലായിട്ട് ഈ കല്ലുപ്പ് വയ്ക്കുക. അതിനു മുന്നേ നിങ്ങൾ നല്ലെണ്ണ ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥനയോട് നടത്തണം. അതായത് നല്ലെണ്ണ വെച്ച് ദീപം കത്തിച്ച് പൂജാമുറിയിൽ പ്രാർത്ഥന നടത്തുക. ലക്ഷ്മി ദേവിയുടെ പടമുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം. ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കല്ലുപ്പ് നമ്മുടെ കയ്യിൽ 2 കൈയിലും വെച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ 2 കൈയിലും വെച്ച് തുടയുടെ മുകളിലായിട്ട് വെച്ചിട്ട് മുറുകെ പിടിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥന നടത്തുക. നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറയുക. ചിലർക്ക് ഒരു വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹമാകാം, അല്ലെങ്കിൽ കല്യാണം നടക്കണമെന്നുള്ള ആഗ്രഹമാകാം, അല്ലെങ്കിൽ പലർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളാകാം. ആ ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. 15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് പ്രാർത്ഥന നടത്തുക. കണ്ണ് മുറുകെ അടച്ച് ആ ചിന്തയുമായി നടക്കണമെന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥന നടത്തുക. അതിനുശേഷം ഈ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബക്കറ്റിൽ ഈ കല്ലുപ്പ് ഇട്ടേക്കുക. ഇട്ടതിന് ശേഷം അല്പം വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. ഇഷ്ടദൈവത്തെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന പീഡകളൊക്കെ മാറിക്കിട്ടും. എല്ലാത്തിനെയും മറികടന്ന് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും.
അതുപോലെ തന്നെ കല്ലുപ്പ് തറയിൽ വീഴരുത്. ഇപ്പോൾ പൂജാമുറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചിരാതിൽ അല്പം നല്ലെണ്ണ ഒഴിച്ച് ദീപം കത്തിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ചിലരുടെ വീട്ടിലൊന്നും പൂജാമുറി കാണില്ല, വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ പൂജാമുറിയൊന്നും കാണില്ല. അപ്പോൾ അവർക്കതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു ചെറിയ വിളക്ക് ചിരാതിൽ നിങ്ങൾ നല്ലെണ്ണ ഒഴിച്ച് ദീപം കത്തിച്ച് ഈ കാര്യം ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന്, നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭ്യമാകുന്നതാണ്. ഇത് അച്ചട്ടായിരിക്കും, ഇത് ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ റിസൾട്ടുകളിലേക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, മറുപടി തരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.